നമ്മുടെ ഒരു റിയൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞത് ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ വെച്ചു പ്രാർത്ഥനയുടെ സമയം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ സ്റ്റീവ് നല്ല ഉറക്കം, ഗ്രേസിന് വിശപ്പ്. അപ്പൊ അതെന്നാണല്ലോ ഫുള്ളുണ്ടാക്കിയത് വെച്ചാണ്. ഇങ്ങോട്ട് നോക്കിയേ അമ്മേ, ഗ്രേസ് ആണ് ഇപ്പൊ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ഇതെങ്ങനെ പഠിച്ചേ? അമ്മ പറഞ്ഞോണ്ട് പഠിച്ചാണ്. എങ്ങനെ പ്രൊഫഷണൽ ചപ്പാത്തി മേക്കറാണ് ഇപ്പൊ. ഇവിടെ നോക്ക്. അതായിരിക്കും നിന്റെ സൈഡ് സേഫ് ആക്കാനുള്ള ഐഡിയ അല്ലേ? അതല്ല, അവൾക്ക് ഇങ്ങനെ മറിച്ചിടാനും ദോശയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗ്രേസിന് പറഞ്ഞു കൊടുക്കണ്ട. ആദ്യത്തെ 2-3 ട്രിപ്പ് പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങോട്ട് മറക്കി ഇങ്ങോട്ട് മറക്കി. അവൾക്ക് ഇഷ്ടമുണ്ടോ? ചില നേരത്തെ പാത്രമൊക്കെ കഴുകാൻ വന്നേക്കും. പിന്നെ സ്പെഷ്യൽ പാത്രങ്ങളുണ്ട്. കറിപ്പാത്രം മാത്രം വേണം. ചെറിയ പാത്രങ്ങളൊക്കെ വേണം കഴുകാനായിട്ട്. എടി അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യല്ലേ. ഗ്യാസൊക്കെ സിമ്മൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെയ്യും. പ്രൊഫഷണലാണ്. ഓ വെരി ഗുഡ്. അല്ല, ജസ്റ്റ് ചൂടായിട്ട് സ്കൂളിലിട്ടാ മതി. എന്റെ കുഞ്ഞുമുട്ട എല്ലാം പഠിച്ചു. എന്റെ കുഞ്ഞുമുട്ടക്ക് എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ? സ്റ്റീവ് നല്ല ഉറക്കത്തിൽ പോയിരുന്നു. കാരണം ഇന്ന് ഉച്ചയ്ക്കൊന്നും അവൻ ഉറങ്ങിണ്ടായില്ല. അപ്പൊ ആള് ഒരു കണക്കിന് ഉറങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോ അത് തന്നെ, കുറച്ച് കഴിയുമ്പോ അവൻ എനിക്കും. അത് കഴിയുമ്പോ പിന്നെ മിടുവിന് പണിയാവും. എന്റെ അടുത്തേക്ക് വരില്ല കേട്ടോ, അവൻ എന്റെ അടുത്തേക്ക് വരില്ല. കാരണം രാത്രി അവൻ ഉറക്കത്തിൽ നിന്ന് എന്നിട്ടുണ്ടെങ്കിൽ എന്നെ മൈൻഡ് പോലും ചെയ്യില്ല. അമ്മ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞാൻ എന്തൊരു ചെയ്യണ്, അപ്പാന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു ദിവസം കരഞ്ഞിരുന്നു. അന്ന് ഞാൻ എടുത്തില്ലേ. കൊച്ചു വരില്ല. കൊച്ച് അപ്പാന്ന് വിളിക്കുമ്പോ കറക്റ്റ് അവനറിയാം അപ്പ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വേറൊരു പ്രശ്നമില്ല. അമ്മാന്ന് വിളിച്ചിട്ട് ഞാൻ പോയി എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. എന്റെ കണ്ണ് ചുവന്നിരിക്കുന്നത് കുളിച്ചിട്ടുണ്ടോ? ചപ്പാത്തി എനിക്കുള്ളതാണോ ചായ ചൂടാക്കിക്കൊണ്ടിരിക്കണം? ചപ്പാത്തി കണ്ട റൗണ്ട് ആവണില്ലല്ലോ. ചപ്പാത്തിക്ക് കറി എന്തിട്ടാ? വയലിൻ ക്ലാസ്സിക്ക് പോകണ്ട. എന്താ പറയട്ടെ, സ്കൂളിൽ വയലിൻ പഠിപ്പിക്കും. ഞങ്ങൾ ഇന്നേ സ്കൂളിന്റെ മോളിക്ക് പോയി. എന്തിന്? അവിടെ ഫോട്ടോ എടുക്കാൻ. അവിടെ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിണ്ടായി. ബി ഉണ്ടാക്കിണ്ടായി. ബി അല്ല, മറ്റേ ഹണി ബി. അതുണ്ടാക്കിണ്ടായി. അപ്പൊ അത് അവിടെ ഒട്ടിച്ച് വെച്ചിണ്ടായി. അത് ഫോട്ടോ, അതിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി. അപ്പൊ അവിടെ വയലിൻ പഠിപ്പിക്കണ്ടായ? ഗ്രേസിനെ അവിടെ വയലിൻ പഠിപ്പിക്കും അല്ലേ? നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞേ. ആ ചായ ഇവിടെ വെച്ച് തട്ടി പോലടി. ഒരു ദിവസം ഞാൻ അപ്പനോട് ചോദിച്ചില്ല, പണ്ടപ്പുണ്ടാക്കിയ സോസ് വെച്ച് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയാണ്. ചിക്കൻ അല്ല, ബീഫ് അല്ലേ? അല്ല, ചിക്കൻ ആയിരുന്നു. എന്റെ കൊച്ചു പറഞ്ഞു ചിക്കൻ ആയിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ചിക്കൻ കറി എന്തോ അമ്മ ഹോസ്പിറ്റലായിരുന്നപ്പോ. ഓ, സ്റ്റീവിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഗ്രേസിനെ ഉണ്ടാക്കി തന്ന കറി. അമ്മയുള്ള സമയത്ത് ഉണ്ടാക്കി തന്ന കറി എനിക്ക് ഓർമ്മയില്ല. ബീഫാണ് ഞാൻ സോസൊക്കെ ഇട്ട് സാധാരണ ഉണ്ടാക്കാറ്. എന്റെ കൊച്ചിന് ഇഷ്ടായി. ഇനി കൊച്ചിനെ കറി വേണം, ഞാൻ ഉണ്ടാക്കും. നമ്മുടെ ഒരു റിയൽ ലൈഫിൽ കൂടെ അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അത് മിക്കവാറും കുളം. ഇവിടെ ഇതേപോലെ ഇടപെടാൻ തുടങ്ങിയാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഗസിൽ നീങ്ങി പൊട്ടിത്തെറിക്കുന്നു. കൊച്ചിന്റെ കഴിഞ്ഞ
പുള്ളിയപ്പാത്തി തട്ടില്ല അത് രക്ഷപ്പെടാൻ നോക്കി ഇവിടെ ഗുഡ് കളിച്ചിട്ട് പണികൾ കഴിഞ്ഞു. മുട്ട കറി കറിയുടെ വെച്ച് കണ്ടില്ലേ വീണു അത് കളിച്ച് വെച്ച് റെഡി. മണം ചെമ്മീനും സൂപ്പറാണ്. ഗ്രേസുവിന് ഇനി മുട്ട വേണല്ലേ? ചായ ഗ്രേസുവിന് ചായ കുടിക്കാൻ ഒരു എന്നാ കുടിച്ചോട്ടെ. കുഞ്ഞു പിള്ളേർക്ക് ചായ കുടിക്കാൻ പാടില്ല എന്നാണ്. കൊടുക്കാറില്ല. ഓക്കെ കുടിച്ചോട്ടെ. പാല് കുടിച്ചു ഓക്കേണോ? പാല് കുടിച്ചു വെച്ച് ആണോ? പിന്നെ ചായ കുടിക്കണ്ട സന്തോഷം. കുടിച്ചോട്ടെ. ഞാനേ ചോക്കോസ് കഴിച്ച അതിന്റെ പാലും കുടിച്ചു. പിന്നെ ടിവിയും കണ്ടോ നീ ഇന്ന്? ശരിയാക്കി തരാം കേട്ടോ. അമ്മ വടി ഓടിക്കണേ. അമ്മയാണ് ടിവി ഭയങ്കര സൂത്രകാരിയാണല്ലോ. സ്റ്റീവിന്റെ വലത്തെ കണ്ണു ഈ കണ്ണിലെ ഒരു ചെറുതായിട്ടൊരു ചോപ്പ് കളർ പോലെ ഇങ്ങനെ ഒരാഴ്ചയായി ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കണ്. അപ്പം മണ്ണിലൊക്കെ എപ്പോഴും കളിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം മണ്ണ് വാരി ഇവരൊക്കെ മുഖത്തൊക്കെ ഇട്ട് കളിക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് എന്തെന്നറിയില്ല കണ്ണിലിങ്ങനെ ചോന്നിങ്ങനെ നിൽക്കണം. എല്ലാ ദിവസവും നേരം വിളിക്കുമ്പോൾ കണ്ണ് ഇങ്ങനെയൊക്കെ പിടിച്ചു തന്നെ. അന്ന് കണ്ണിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുണ്ടായിലുള്ള ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിണ്ടേ. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല, ജസ്റ്റ് അലർജി പോലെ എന്തെങ്കിലും ആയിരിക്കും, ജസ്റ്റ് മരുന്ന് ഒഴിച്ച് നോക്ക്, ഒരു 3 ദിവസം നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ കണ്ണ് ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞേ. അപ്പോൾ ഇന്നലെ മരുന്ന് ഒഴിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് ഒഴിച്ചില്ലേ? അപ്പോൾ ഇന്നിപ്പോൾ 2 നേരം ഒഴിച്ചു. പക്ഷെ ഇപ്പോഴും കണ്ണ് അങ്ങനെ ചെറുതായിട്ട് ഒരു അല്ലടി കണ്ണാണ്. നമ്മൾ വെറുതെ അതിന് പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പോൾ എന്തായാലും വരും ദിവസം നാളെ കൊണ്ടുപോകാൻ പറ്റിയ നാളെ, അല്ലെങ്കിൽ എന്തായാലും നാളെ കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച മുടക്കാം. നാളെ പോവാം. എന്റെ കണ്ണ് കൊണ്ടുപോയി. ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് കാണിക്കണം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ കുറെ പിള്ളേർക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ പിന്നെ വല്ല അലർജി ആണോ? കുറെ പിള്ളേർക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വേറെ ചേച്ചിനെ കണ്ടിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എൻ്റെ മോനും ഉണ്ടായിരുന്നു ഇങ്ങനെ ചെറുപ്പത്തിലെ കുറച്ച് ദിവസം മുമ്പ്. കുഞ്ഞു കൊച്ചിന് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അലർജി ആണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങളുടെ ആർക്കെങ്കിലും വീട്ടിൽ അങ്ങനെ കൊച്ചങ്ങ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. എൻ്റെ ചായ ബട്ടർഫ്ലൈ. പിന്നെ എന്ത് ജീവനില്ലാണ്ട് ബട്ടർഫ്ലൈ അല്ലേ? എന്ത് ജീവനില്ലാണ്ട് ഗ്രേസ് പറഞ്ഞ ബട്ടർഫ്ലൈ. പിന്നെ അത് ഊതിയ പറഞ്ഞു. ഹാപ്പി. അമ്മയ്ക്കേ നമ്മൾ പണ്ട് ആടിനെ വളർത്തിയ കാര്യം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്തിട്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. അതെ, പോച്ചേരിലെ ആൻറ്റി പറഞ്ഞ ഒരാടുണ്ട്, ആൻറ്റിനെ കൊണ്ട് നോക്കാൻ പറ്റില്ല, വേണമെങ്കിൽ കൊണ്ടുപോകാം. പോച്ചേരിലെ ആൻറ്റി ആയിരുന്നില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഈ ആടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മള്ളിശ്ശേരിലെ ആൻറ്റിയാണോ പോച്ചേരിലെ ആൻറ്റിയാണോ എനിക്ക് ഓർമ്മയുണ്ടായില്ല. പോച്ചേരിലെ ആൻറ്റീനെ നല്ല ആദ്യമാടാണ് ചേച്ചി, എനിക്ക് നോക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ആടും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ലേ? കുഞ്ഞു 2 കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പ്രസവിച്ചാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് പ്രസവിച്ചു. അതാരെ കൊണ്ടുവന്നൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. വണ്ടിയിലെ കൊണ്ടുവന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് എന്തോ കൊണ്ടുവന്ന് ഇറക്കിയതൊക്കെ നീ തന്നെയാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോ ആള് പ്രസവിച്ചു. നല്ല ആടായിരുന്നു, നല്ലോണം പാല് കിട്ടും, ചായക്കൊക്കെ 2 നേരവും. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കറക്കാറുണ്ട്, അമ്മ കറക്കാറുണ്ട്, അപ്പച്ചൻ കറക്കാറുണ്ട്. അപ്പച്ചൻ കറന്നിട്ട് കിട്ടണില്ല എന്നും പറഞ്ഞ അപ്പച്ചന് ദേഷ്യം വരും.
അങ്ങനെ വളർത്തി ഒടുവിൽ അതിൻ്റെ കാലെന്നെ തളർന്നു. കാൽസ്യത്തിന്റെ കുറവാണ്. അത് ഡോക്ടറോടൊക്കെ പോയി വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കേണ്ടതാ. രക്ഷപ്പെട്ടോ? അതിന് രക്ഷകേടൊന്നും ഉണ്ടായില്ല. അപ്പൊ ലില്ലിയിലും പറഞ്ഞു എടി അതിനെ നീ കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് അതെങ്കിൽ ഞാൻ മേടിച്ചു. ലില്ലിയലിമ എന്ന് പറയുന്നത് അമ്മയുടെ ചേച്ചിയുടെ കാടുകുറ്റിയിലെ വല്യമ്മയുടെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ, ഞാൻ കാണിക്കാറില്ല പല വീഡിയോയിലും. ഞാനാണോ വൈറ്റ് ലോസ് ആണോ അറിയില്ല. അപ്പൊ അങ്ങനെ ആൾക്ക് വേണമെന്ന് പറഞ്ഞ ആള് കൊണ്ടുപോയി വളർത്തി. നല്ല പാലിട്ട ആടല്ലേ. ഞാൻ പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. അപ്പോൾ അതിൽ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വെച്ചിട്ടായിരുന്നു. എനിക്കൊരു തപ്പലായിരുന്നു എവിടെ നിന്നാ വന്ന ആട്, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ കൂടും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നാടനല്ല, നാടനാണ്, സാധാ ആടായിരുന്നത്, മലബാറി ആട്. അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ നീണ്ട് മലബാറി ആട്. അങ്ങനെ കൊണ്ടുപോയി വളർത്തി കുറേ നാൾ വളർത്തി കഴിഞ്ഞപ്പോൾ ആൾക്കും വയ്യാണ്ടായി. അപ്പൊ ആള് കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ ഹിസ്റ്ററി. എല്ലാരും സുഖമായിരിക്കണല്ലോ. എന്നെ പലരും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. പലരും അല്ല, കുറെ പേര് അന്വേഷിക്കണം. അമ്മേനെ അതിന് വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കമന്റ് ഇടും, സെലിനാമേ എന്തുണ്ട് വിശേഷം, സെലിനാമ്മയുടെ അന്വേഷണം പറഞ്ഞോളൂ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, സെലിനാമ്മോട് പറഞ്ഞോളൂ ഞങ്ങളുടെ അന്വേഷണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞോളൂ ഒക്കെ പറയാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളെ ഓർക്കാറുമുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഓർക്കാൻ പറ്റുന്ന അമ്മ അറിയില്ലല്ലോ അവരെ. അറിയണവരൊക്കെ വീഡിയോയിലുള്ള വർത്താനം പറയണ എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. കമന്റ് ഇടുന്നവരെ. പിന്നെ വേറെ എന്നിട്ട് അതെ. അപ്പൊ ഇതേ പറയാനുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടും. അതൊന്നും ഞാൻ പറയില്ല. അതൊക്കെ അമ്മയല്ലേ പറഞ്ഞേ, അമ്മ കമന്റ് ഇടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും. കമന്റ് ഇടാനാണ് ഞാൻ പറഞ്ഞേ. അവരിട്ടോട്ടെ. ഇടുമ അമ്മയുടെ അടുത്തൊന്നും ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ അമ്മ അവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ചെലവില്ലാത്ത കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ ശരി, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. MOTHER mother, BROTHER brother, SISTER sister. ഫാദറോ? അത് പറഞ്ഞു ആദ്യം. ഞാൻ കേട്ടില്ല. FATHER father. കൊച്ചിനെല്ലാം അറിയാം. ഫാദർ പറഞ്ഞ എല്ലാരും ആയി. രണ്ടെണ്ണം കൂടിയുണ്ട്. THICK thick, THIN thin. നല്ല കൊണ്ടുവച്ചു. നിനക്ക് എന്നെയാണ് നീട്ടി വെച്ചേ. വേഗം ഫാസ്റ്റ്. മതി ആ പേപ്പറൊക്കെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മനസ്സമേതം തമ്പുരാന്റെ വിഷ്ണുമേ ആമേൻ. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മനസ്സമേതം തമ്പുരാന്റെ വിഷ്ണുമേ ആമേൻ. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. മിടുവിൻ്റെ ചെമ്മീനും മാങ്ങക്കറിയും കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കലാണ്. കൊള്ളാം. ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് എൻ്റെ നാവ് മുറിഞ്ഞിട്ടാണോന്ന് അറിയില്ല, നാമത് തൊലിയാൻ പോയിട്ടാണോ അറിയാം. നല്ല എരിവുണ്ട്. പച്ചമുളകായിരുന്നു നേരത്തെ ഞാൻ തിന്നാൻ. അല്ല, ഞാൻ ഈ പച്ചമുളകായിരുന്നു നേരത്തെ പിടിച്ച് കടിച്ചത്. പക്ഷെ എന്തായാലും നല്ല എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. സൂപ്പർ കറി. പൊറോട്ടയായിരുന്നു ഇതിൻ്റെ കൂടെ വേണ്ട. ഞാൻ മറന്നുപോയി വിടൂ. ഞാൻ ചോറെടുത്തുണ്ടു.
ചോറും കഴിഞ്ഞിട്ട് ചപ്പാത്തി തിന്നു. അത് കൊച്ചു വിളമ്പി തരുന്ന പറഞ്ഞാണ്. ചപ്പാത്തി കഴിക്കുന്ന വിളിക്കണം കേട്ടാ. അപ്പൊ ഞാൻ എടുത്തുതരാം. ലാസ്റ്റത്തെ ഞാനെല്ലാം ഉണ്ടാക്കിയത്. കൊച്ചുണ്ടാക്കിയാപ്പിക്കാൻ അത് അമ്മ മുകളിലേക്ക് എടുത്ത് ഇട്ടു. വേണ്ട, കൊച്ചുണ്ടാക്കി എടുത്തോ. ഏതാന്ന് ചോദിച്ചു. എല്ലാരും കൊച്ചുണ്ടാക്കിയതാ. ഏതാ ലാസ്റ്റ് പറഞ്ഞ കൊച്ചുണ്ടാക്കില്ല. എനിക്കറിയില്ല. ഇവിടേക്കാ പെടുള്ള പാത്രത്തില്. താങ്ക് യു. ഗ്രേസ് ഉണ്ടാക്കിയ ചപ്പാത്തി. ഇനി വേണ്ട ഒരെണ്ണമേ. ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് ഉറക്കത്തിൽ നിന്ന് ചെറുതായിട്ട് എൻറ്റിട്ടുണ്ട്. ഇത്ര നേരം മിടുവിൻ്റെ കയ്യിലായിരുന്നു. പതുക്കനെ എൻ്റെ കയ്യിലേക്ക് ഞാൻ എടുത്തു. അല്ലെങ്കിൽ മിടുവിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഉറങ്ങിയിട്ടൊന്നുമില്ല, സൂത്രം ഉറക്കാം. അപ്പോൾ സ്റ്റീവ് അങ്ങനെ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ആരൊക്കെ എങ്ങനെ കമൻറ്റ് ഇട്ടാലും എല്ലാ കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. അത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും കേട്ടോ. മാക്സിമം എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ട്, ഇതേപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവണില്ലെങ്കിൽ അതുപോലെ തന്നെ അൺലൈക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഹാപ്പിയാണ്. നിങ്ങളുടെ ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെയല്ല അറിയിക്കാൻ പറ്റാം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. ബൈ പറ.